അതെ, നമുക്കൊരു കാര്യം ചെയ്യും. ഈ പ്രാവശ്യത്തെ പ്രചരണം ഈ വീട്ടിൽ കയറിയിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ. ബാപ്പ നല്ല ഉറക്കാണല്ലോ. ബാപ്പ, ഹലോ ബാപ്പ. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ആരത്? ഞാനാ. എന്താ ഇങ്ങനെ നോക്കുന്നു ബാപ്പ? ഞാൻ CTP നേതാവ് സുഗുണൻ, മനസ്സിലായില്ലേ? പാപ്പ നിങ്ങളുടെ കൗൺസിലർ, മനസ്സിലായില്ലേ? അല്ല, ഇപ്പം മനസ്സിലായി. ഇതിമ്പളെ സുഗുണനല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. വയസ്സായില്ലേ, ഓർമ്മ കുറവുണ്ട് മോനെ. മക്കളെ കുത്തിരിക്കി, ഞാൻ നിൽക്കാണ്ട്. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചതാന്നോ? പാപ്പ, ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് ഇറങ്ങിയാണ്. അതെ, ആദ്യം തന്നെ ഈ പ്രാവശ്യത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ എൻ്റെ പ്രചാരണം ബാപ്പാന്റെ അനുഗ്രഹത്തോടെ ആയിക്കോട്ടെ എന്ന് കരുതി. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിങ്ങ് പോകുന്നത്. കേട്ടില്ലേ പറയുന്നേ? നമ്മളോട് എല്ലാവർക്കും പെരുത്തിഷ്ടാന്നു. മോനൊന്നോണ്ടും പേടിക്കണ്ടേ, ജയിച്ചിട്ട് കേറും. എന്റെ പൊന്നു പാപ്പ, ഇത് കേട്ടാ മതി. അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല കാര്യങ്ങളല്ലേ CTP ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലേ? പിന്നെ ഇങ്ങനെ ജയിക്കാണ്ടിരിക്കുക. നമ്മളെ കെട്ടിയോളെ ഇവിടുത്തെ കലക്ടറാ, ഉറങ്ങിയ ഒന്നോട് വിളിച്ചു കേട്ടില്ലേ? നീ 3 ചായ ഉണ്ടാക്കി കുണ്ടിയായി. ഹലോ, ആരാണ് നിങ്ങൾ? എന്താണ് ഇങ്ങനെ തൊള്ളയിടുന്നേ? ചായ ചായ എന്ന് പറഞ്ഞാ ചായ വരുമോ? പാലും പഞ്ചാരൊക്കെ വേണ്ട. അയ്യോ ബാപ്പ, ചായയൊന്നും വേണ്ട. ബാപ്പയുടെ സ്നേഹം മാത്രം മതി, അത് തന്നെ ധാരാളം. പിന്നെ ബാപ്പ, ആരോഗ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്റെ സുഗുണ, അതൊന്നും ഇനി പറയണ്ട. വയസ്സ് 90 കഴിഞ്ഞില്ലേ? ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ജ്യൂസിലുണ്ടല്ലോ, ഇതൊക്കെ നമ്മളെ പഴയ ഭക്ഷണത്തിന്റെ കരുത്താ. ഹലോ, ഇതാരാണ്? നമ്മളെ കൗൺസിലർ സുഗുണനോ? എനിക്ക് ഇങ്ങോട്ടുള്ള വയ്യൊക്കെ അറിയോ മോനെ? എത്ര കാലായി കണ്ടിട്ട്. അതെന്താ ഉമ്മ ഒരു അർത്ഥം വെച്ചുള്ള സംസാരം? ഈ സുഗുണനെ ഉമ്മ അന്യനായിട്ടാണോ കാണുന്നത്? അർത്ഥം വെച്ച് പറഞ്ഞൊന്നല്ലടോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ ശേഷം അന്നെന്നാ ബൈക്ക് കാണുന്ന, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ പുന്നാര ഉമ്മ, വലിയ തിരക്കല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. പാലം പണി, റോഡ് പണി, കല്യാണം, മരണം, പിന്നെ നമ്മളെ പ്രളയം, ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഈ സുഗുണം തന്നെ ഓടിയെത്തണ്ടേ. പിന്നെ നമ്മളെ VTP പോലല്ലോ എതിർ പാർട്ടി. ഞങ്ങളെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഉമ്മ. പിന്നെ ഉമ്മ പാപ്പ, ഞാൻ വന്നത് എന്താന്ന് വെച്ചാല്, ഈ തെരഞ്ഞെടുപ്പിലും 2 പേരുടെയും വോട്ട് എനിക്ക് തന്നെ ചെയ്യണം. പിന്നെ നമ്മുടെ ചിഹ്നം മറക്കണ്ട, പൊട്ടിയ സ്ലേറ്റും പെൻസിലും. ഇന്റെ സുഗുണ, ഇനി നമ്മൾ അന്യനായിട്ട് എന്നെയാ കാണുന്നത്. അനക്കറിയോ നമ്മളെ കഷ്ടപ്പാട്? 3 കൊല്ലായി നമ്മൾ 1000 ഉറുപ്യ പെൻഷൻ കിട്ടാണ്ട്. അറിയാ എനിക്ക്? ഇക്കാര്യം പറയാൻ വേണ്ടിട്ട് എന്റെ വീട്ടിൽ നമ്മൾ എത്ര പ്രാവശ്യം വന്ന് ഇനി തിരിഞ്ഞു നോക്കിയോ? ഇനി ചെവിക്കൊണ്ടോ? അയ്യോ ഉമ്മ, അങ്ങനെ പറയരുത്. നമ്മളെ പാർട്ടി ജനങ്ങളതാണ്. സുഗുണ, പെൻഷന്റെ കാര്യം പറയുമ്പോ കഞ്ഞി പറയൊന്ന് ശരിയാവും, നാളെ ശരിയാവൂന്ന്. ഇതപ്പ ശരിയാകാനാ മയ്യത്തെടുത്തിട്ടോ? എന്റെ സുഗുണ, മതി നിർത്തി. ഇപ്രാവശ്യം ഞങ്ങള് വോട്ട് ചെയ്യുന്നില്ല. അയ്യോ ഉമ്മ, അങ്ങനെ പറയരുത്. നിങ്ങളുടെ പെൻഷന്റെ കാര്യമൊക്കെ ഞാൻ സെക്കൻഡ് കൊണ്ട് ശരിയായി തരാം. എന്റെ സുഗുണ, എനക്കൊന്ന് കേൾക്കണോ? നമ്മൾ അങ്ങനെ തന്നെ പറയൂ. നമുക്ക് പെൻഷനും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പാർട്ടിന്റെ വകയൊന്നല്ലല്ലോ, ജനങ്ങള് മുഴുവനും കൊടുക്കുന്ന നികുതി പണല്ലേ സുഗുണ? നമ്മളെ കഷ്ടപ്പാട് എനിക്കറിയോ? 8 മക്കളെ കഷ്ടപ്പെട്ട് പെറ്റ് പോറ്റി വലുതാക്കി. പക്ഷെ ഇപ്പോഴാരുമില്ല ഒരു സഹായത്തിന്. അറിയോ എനിക്ക്? പഠിച്ചോന്റെ കാരുണ്യം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. ഇവിടെ സർക്കാർ എന്താ പറഞ്ഞ്? എല്ലാവർക്കും ഉള്ള പെൻഷൻ പൊരയിലെത്തിച്ചേരാന്ന്. അല്ല സുഗുണ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മളെ തുച്ഛമായൊരു 1000 ഉറുപ്യ ഞങ്ങള് മുടക്കുന്നു. ഇവിടെ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, 30,000 40,000 ഒക്കെ പെൻഷൻ വാങ്ങുന്നു. അതൊരൊറ്റ മാസങ്ങൾ നിർത്തി വെക്കുന്നില്ലല്ലോ. എന്താ കാരണം? ഓലിക്ക് യൂണിയൻ ഉണ്ട്. നമ്മൾ പ്രായമായ 2 മനുഷ്യന്മാർക്ക് എന്ത് യൂണിയൻ? ആരെ സഹായോ? എന്റെ പഠിച്ചോനെ, ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ കൊണ്ടുപോയി. എത്ര നേരമായി ഞാൻ പറയുന്നു. ഇപ്പൊ കൊണ്ടുവരും. ചായ
മധുരപ്പത്തിരിയ ചായ അല്ല കുഴിമന്തിയില്ല. പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാര്യാക്ക്. പോട് പോട്. ഉമ്മാ സൂക്ഷിച്ചു വേണം ഇങ്ങനൊക്കെ പറയാൻ. അല്ലോന്ന് സുഗുണ, അന്നപ്പോലുള്ള ആൾക്കാരെ നമ്മളെ സർക്കാരിന്റെ പേര് ചീത്തയാക്കുന്നത് അറിയാൻക്ക്. പിന്നെ വോട്ട് ഞങ്ങളെ അവകാശ, അത് ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യൂ. ആർക്കാന്നറിയോ? നാളെ സഹായിക്കുന്നോൽക്കും ഉത്തരവാദപ്പെട്ട ആൾക്കാർക്കും ഞങ്ങൾ അത് ചെയ്യൂ. അതുകൊണ്ട് ഇനി പോകാൻ നോക്ക് മോനെ സുഗുണ.